പല ചോദ്യങ്ങളുണ്ടായിരുന്നു. അതായത് സിറിയയുടെ റിബൽ ലീഡർ അഹമ്മദി അൽ സഹറ, അതായത് ഒറിജിനൽ പേര് ജൊലാനി എന്ന് പറയുന്ന പേരല്ല. അപ്പം ഇന്ന് അമേരിക്ക അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തു. അമേരിക്കൻ സൈന്യം ഏകദേശം 2000 പേരോളം സിറിയയിലുണ്ട്. അതായത് അലിപ്പോവിൽ ഏകദേശം 1000-ലധികം പേരുണ്ടായിരുന്നു അസാദ് വീഴുന്നതിന് മുമ്പ്, കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു. അപ്പോൾ പെൻറ്റഗണിൻ്റെ വക്താവ് പറഞ്ഞിരിക്കുന്നത്, നേരത്തെ അമേരിക്ക പറഞ്ഞ ഏകദേശം 900 പേര് മാത്രമേ ഉള്ളൂ സിറിയയുടെ ഒരു ബേസ് ഉണ്ട്, അതായത് കർഡിഷ് ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഇന്ന് അമേരിക്കൻ പെൻറ്റഗൺ കൃത്യമായിട്ട് പറഞ്ഞു ഏകദേശം 2000 പേരോളം ഉണ്ട്. ഈ പിന്നീടാണ് 1000-1500ഓളം പേര് വരുന്നത്. അവർ അലിപ്പോവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അസാദ് അൽ ബഷർ അസാദ് അവിടുത്തെ മുൻ പ്രസിഡന്റ് അവിടുന്ന് പോകുന്നതിന് മുമ്പ് അലിപ്പോ നഗരത്തിൽ ഇത്രയും സൈന്യം ഉണ്ടായിരുന്നു. അവരാണ് ഈ റിബൽ ഗ്രൂപ്പിന്, അതായത് അഹമ്മദി അൽ സഹറ അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ, ആ ഗ്രൂപ്പിന് അങ്ങോട്ട് പോകാനുള്ള വഴി ഒരുക്കി കൊടുത്തു. ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ആദ്യം പറഞ്ഞിരുന്നു, ഇത് അമേരിക്കൻ ഗെയിം പ്ലാനാണ്. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് അങ്ങനൊരു നഗരത്തൊരു പ്രൊഫഷണൽ ഫോഴ്സിനെ ഒന്നും തകർക്കാൻ പറ്റത്തില്ല. കാരണം അത് ഒരു രാജ്യത്തിൻ്റെ ഫോഴ്സാണ് വളരെ വർഷം കൊണ്ട്. പിന്നെ റഷ്യയുടെ പിന്തുണയുണ്ട്, ഇറാൻ്റെ പിന്തുണയുണ്ട്. പക്ഷേ ഒരു റിബൽ സൈന്യം ഇത്ര മാത്രം പെട്ടെന്ന് അത് കയറി പിടിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഹിസ്ബുള്ള അവിടെ ബോംബിങ് ചെയ്തു, ഹിസ്ബുള്ളക്കെതിരെ ബോംബ് ചെയ്തു. കാരണം ഫ്രണ്ട് ലൈൻ തകർത്ത് ദൂരെ കളഞ്ഞു. പിന്നീട് അവിടുത്തെ റഷ്യ കുറച്ച് ഒരു ഡിഫെൻസീവായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അതൊക്കെ പരാജയമായി. പിന്നെ റഷ്യ അവിടുന്ന് പാക്ക് ചെയ്തങ്ങ് പോയി. മനസ്സിലാക്കുക. അതിനുശേഷം ഇന്നലെ റഷ്യയുടെ വ്ളാദിമിർ പുടിൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. റഷ്യയുടെ പരാജയമാണെന്ന് ഗ്ലോബൽ മീഡിയ മുഴുവനും സിറിയയുമായിട്ടും ആസാദുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ റഷ്യയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറായി. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവർ ആസാദിനെ തള്ളിക്കളയും. ഉറപ്പായിട്ട് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു അവർക്ക് പുതിയ ഗവൺമെൻറ്റുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ പോകും. ആസാദിനെ പറ്റി കൂടുതലൊന്നും അയാൾ പറയാൻ തയ്യാറായില്ല. കാരണം അവിടുത്തെ നാഷണൽ ടെലിവിഷനിൽ നടന്ന ഒരു ചർച്ചയിലാണ്, ഒരു ഡിബേറ്റിലാണ് പുടിൻ ഈ സംഭവം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ആസാദ് ഇവിടെ ഉണ്ട്, മോസ്കോയിലുണ്ട്, വളരെ സേഫായിട്ടിരിക്കുന്നു. ബാക്കിയുള്ള ഫർദർ കാര്യങ്ങൾ, അതായത് ഇനി ട്രയൽ നടക്കുകയോ മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് പറയുന്നത് അതനുസരിച്ച് പോകും. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, പുടിൻ തള്ളിപ്പറയും. അതുപോലെ ആസാദ് എന്ന് പറഞ്ഞാൽ ഇത്ര ഏകദേശം 5 ലക്ഷത്തോളം പേരെ കൊലപ്പെടുത്തുകയോ കാണാതായതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വമുള്ള ആളും കെമിക്കൽ വെപ്പൺസ് വരെ ഉപയോഗിച്ച ഒരു രാഷ്ട്ര ഭരണാധികാരിയാണ് ആസാദ്. കാരണം ഈ ഒരു രീതിയിൽ ഇത് പോകാൻ ഇപ്പം പുതിയ റിപ്പോർട്ടുകൾ വരുന്നു. ഏകദേശം 1 ലക്ഷം പേരുടെ കുഴിച്ചിട്ട ശവശരീരങ്ങളുടെ എല്ലുകളാണ് കിട്ടുന്നത്. അത്ര ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഈ ആസാദ്. അതാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കി. പിന്നെ അമേരിക്കയുടെ മറ്റൊരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്, ഇപ്പോൾ അവർ കാരണം മനസ്സിലാക്കുന്ന അയാൾക്ക് 10 മില്യനാണ് ഈ ജൊലാനി, അതായത് അൽ സഹർ അഹമ്മദി അൽ സഹറുടെ തലയ്ക്ക് വില കൽപ്പിച്ചിരിക്കുന്നത് അമേരിക്ക. അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇന്ന് രാവിലെ അമേരിക്കൻ ഡിപ്ലോമാറ്റ് സീനിയറായിട്ടുള്ള പുതിയ 3 ഡിപ്ലോമാറ്റ്സ് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെത്തി. അതായത് പൂർണ്ണമായിട്ടും പറയാം ഇയാളൊരു അമേരിക്കൻ പ്രോഡക്റ്റാണ് ഈ പറയുന്ന അഹമ്മദി അൽ സഹറ. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ ഈ ആസാദുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയൊക്കെ ബോംബ് ചെയ്തിരിക്കുക. ആസാദ് അവിടെ സിറിയയ്ക്ക് ഇസ്രായേലിൽ ചോർത്തി കൊടുത്തു അബദ്ധമാണ് വിളിച്ച് പറയുന്നത്. കാരണം പുതിയ റിബൽ ലീഡേഴ്സിന് ഇസ്രായേലുമായിട്ട് ഒരു വഴക്കുണ്ടാക്കാനോ പോകാൻ കാരണം അമേരിക്കൻ പ്രഷർ. പിന്നീട് മറ്റൊരു കാര്യം അമേരിക്ക പറയുന്നത്, കാരണം അമേരിക്കൻ സെനറ്റ് മെമ്പേഴ്സ് 2 രീതിയിലാണ് പ്രതികരിക്കുന്നത് അമേരിക്കയിൽ. ചിലർ പറയുന്ന പുതിയ അവിടെയുള്ള താൽക്കാലിക ഗവൺമെൻറ്റുമായിട്ട് സന്ധി സംഭാഷണം നടത്തി അമേരിക്കൻ ഡിപ്ലോമാറ്റ് ഓഫീസ് അവിടെ തുറക്കണം, അതേപോലെ സാങ്ഷൻ ഇമ്പോസ് ചെയ്തെടുത്ത് കളയണം. കാരണം അവിടെ ജനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക സഹായിക്കണം. മറ്റൊരു കൂട്ടർ പറയുന്നത്, എങ്ങനെയാണ് ഈ പറയുന്ന പുതിയ റിബൽ ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സും അവരുടെ മന്ത്രിസഭ സെക്യുലറായിട്ട് പോവുകയാണെങ്കിൽ മാത്രം അമേരിക്ക പിന്തുണച്ചാൽ മതി, അതിനുശേഷം അയാൾക്കെതിരെയുള്ള അയാൾക്ക് ഇത്ര മില്യൺ കൊടുത്തിരിക്കുന്ന അതിൻ്റെ തലയുടെ അതിൻ്റെ റേറ്റ് മാറ്റിയാൽ മതി. ഇപ്പോഴും അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് നേരിട്ട് ഈ പറയുന്ന റിബൽ ഗ്രൂപ്പ് ലീഡേഴ്സുമായിട്ടോ ഈ പറയുന്ന അൽ സഹറയുമായിട്ട് സംസാരിക്കുന്നില്ല. കാരണം അത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്.
കാരണം ഒരാൾക്ക് ആ സ്റ്റേറ്റ് 10 മില്യൺ ഇട്ടിരിക്കുന്ന ആളുമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടുത്തെ സിവിൽ സൊസൈറ്റി ലീഡേഴ്സുമായിട്ട് മറ്റുള്ള പല റിബൽ ലീഡേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണെങ്കിലും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെ സൂചന എന്ന് പറയുന്നത് എത്രയും വേഗം തന്നെ അമേരിക്ക ഒരു നടപടിയെടുക്കും. അതായത് ഇസ്രായേലി സൈന്യം എന്ന് പറയുന്നത് വീണ്ടും മുന്നോട്ട് കയറി ഡമാസ്കസിനോട് കൂടുതൽ അടുത്തു. കാരണം അതിനെപ്പറ്റി ഒരക്ഷരം പോലും ഇപ്പോഴത്തെ റിബൽ ഭരണാധികാരികൾ, അതായത് ഇപ്പോഴത്തെ താൽക്കാലിക ഗവൺമെൻറ് അതിനെപ്പറ്റി മിണ്ടുന്നേയില്ല. അവർ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, കാരണം അവിടുത്തെ ഈ റിബൽ ലീഡറായ സഹറ പറഞ്ഞു കഴിഞ്ഞ് ഇസ്രായേലുമായിട്ട് ഒരു വഴക്കിന് പോകാനും അടിക്ക് പോകാനും ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ പല ലേഖനങ്ങൾ വരുന്നത് ഇസ്രായേൽ ചാരനാണോ മറ്റുള്ള ചാരൻ. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള ദിവസങ്ങളിലാണ് കൂടുതൽ വിസിബിലിറ്റി വരുന്നത്. കാരണം സിറിയ എന്ന് പറയുന്ന രാജ്യം തിരികെ വരണമെന്നും അവിടെ തിരികെ പോയിരിക്കുക. കാരണം ഇതിനകത്ത് തുർക്കിയുടെ സംഭാവനയും UAE സംഭാവന അമേരിക്ക തള്ളിക്കളയുന്നില്ല. കാരണം അമേരിക്കൻ പത്രമായ USA പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ 2 രാജ്യങ്ങളെയും വെച്ചാണ് അമേരിക്ക ഗെയിം കളിച്ചിരിക്കുന്നത്. അസാദിനെതിരെയും ഈ പറയുന്ന റിബൽ ലീഡേഴ്സിനും എത്രമാത്രം വെപ്പൺ കൊടുത്ത് അവരെ പെർഫെക്റ്റ് ആയിട്ട് ഇവിടം വരെ എത്തിച്ചത്. അപ്പം ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കൂടെ ചോദിച്ച ശേഷം മാത്രമായിരിക്കും ഫർദറായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പോകുന്നത്. അതായത് ഒരു കാര്യം വളരെ കൃത്യം, കേരളത്തിലെ ചില മീഡിയ ചാനലും സാറ്റലൈറ്റ് ചാനലും പറയുന്നതൊന്നും അല്ല സംഭവം. ഒരു വലിയ സന്തോഷം കാണിച്ചു, ഇത് വീണ്ടും ഒരു അമേരിക്കൻ പ്രോഡക്റ്റ്. പക്ഷെ അമേരിക്കയ്ക്ക് സംശയമുണ്ട്. കാരണം ഇത് പിന്നീട് സെക്യുലർ സ്വഭാവത്തിൽ നിന്ന് മാറി ഈ പറയുന്ന മത തീവ്രതയിലോട്ട് പോകാൻ സാധ്യതയുണ്ടോ? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പൊതുവെ ഇങ്ങനെയുള്ള തീവ്രവാദ ഈ റിബൽ ലീഡേഴ്സ്, അതായത് ഈ സുന്നി ആണെങ്കിലും ഷിയ ആണെങ്കിലും, ഇവരെപ്പോഴും പറയുന്നൊരു സംഭവമുണ്ട്, തക്ബീർ, അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ സംഭവം. അതൊന്നും ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഇവരവിടെ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെ സംഭവം സത്യമാണ്. ആ മണ്ണിൽ കയറി അവിടെ അതിനെ ചുംബിച്ചോട് പ്രാർത്ഥിച്ചൊക്കെ സത്യമാണ്. പക്ഷേ ഇവരുടെ ലീഡേഴ്സും അവരുടെ കേഡറിലുള്ളവരൊന്നും തന്നെ ഈ പറയുന്ന തക്ബീറും അള്ളാഹു അക്ബറും എന്നും പറഞ്ഞുകൊണ്ടുള്ള തീവ്ര രീതിയിലുള്ള മതപരിപാടികളും സ്ലോഗൻസും ഇവരിൽ നിന്നും കേൾക്കാൻ സാധിച്ചില്ല. ഇതും ഒരു വലിയൊരു ക്ലാരിറ്റി വന്നിരിക്കുകയാണ്. കാരണം ഇവർ ഒരു മോഡറേറ്റ് രീതിയിൽ, അതായത് UAE ആണെങ്കിലും മറ്റുള്ള അറേബ്യൻ രാജ്യം, മോഡറേറ്റ് അറേബ്യൻ രാജ്യമായിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ അവിടുത്തെ ഭരണാധികാരി അൽ സഹറ അവിടെയുള്ള മൈനോറിറ്റി ലീഡേഴ്സുമായിട്ടും ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. അവരോടും പറഞ്ഞു, നിങ്ങളുടെ ആൾക്കാർക്ക് തിരിച്ചു വരാം, എല്ലാ രീതിയിലുള്ള സംരക്ഷണം, ഇവിടെ ഒരു ഇസ്ലാമിക രീതി, ഒരു മതത്തിൻ്റെ മാത്രം ഭരണമായിരിക്കത്തില്ല, സെക്യുലർ ഭരണമായിരിക്കും. പക്ഷേ ഇത് ഈ പറയുന്നത് പിന്നെ മാറ്റുന്നതൊക്കെ പിന്നീട് പല ആവർത്തി നമ്മൾ കണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫർദർ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ലേറ്റർ സ്റ്റേജിൽ അറിയാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് അവിടെ എത്തിയ സ്ഥിതിക്ക് കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അസാദിനെ തെറിപ്പിച്ചതും ഇത് ഈ ഇസ്രായേലിനെ കൊണ്ട് ഹിസ്ബുള്ളയെ ബോംബ് പിടിപ്പിച്ചതും ISIS അവരുടെ പല റിബൽസ് സംഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ഇവരെ തടയാൻ വേണ്ടി. അതായത് ഈ പറയുന്ന ജൊലാനി, അതായത് ഈ അൽ സഹറ, ആ ഗ്രൂപ്പിനെ തടയാൻ വേണ്ടി നിന്ന പല ഗ്രൂപ്പുകളുണ്ട്. കാരണം ഇയാൾ ISISനെതിരായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ബോംബിട്ട് നശിപ്പിച്ച ശേഷം ഇവർക്ക് വഴിയൊരുക്കി കൊടുക്കുന്നതിൻ്റെ അകത്ത് അമേരിക്കയും പങ്കുവഹിച്ചു. അതേപോലെ തന്നെ തുർക്കിയും, അതായത് അവരും ഇതിനു വേണ്ടി പല ഗ്രൂപ്പുകൾ അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കർഡിഷ് മേഖലയിൽ ഇതിനെ പിന്തുണയ്ക്കുന്ന ഇയാൾ ജൊലാനിയെ എതിർക്കുന്ന കുറച്ച് കക്ഷികളുണ്ടായിരുന്നു. ആ സമയത്ത് അവരും അവിടെ ബോംബ് ചെയ്ത് കൊടുത്തു. അപ്പം അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ മാറ്റിക്കൊടുത്തതിൻ്റെ മുന്നിൽ നാറ്റോ രാജ്യം, പ്രത്യേകിച്ച് അമേരിക്കയ്ക്കാണ് പ്രധാന പങ്കുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് ഇസ്രായേലും വലിയ ഘടകമായിട്ടും. അതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, ഞങ്ങൾ മുഖാന്തരമാണ് നിങ്ങളത് അസാദിനെ ഇറക്കാനുണ്ടായ കാരണം, ഞങ്ങളാണ് നിമിത്തമായത്. അപ്പം ഇപ്പം എല്ലാം കൂടെ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിറിയയിൽ സമാധാനം വരാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ 54 വർഷമായിട്ട് ഡിക്റ്റേറ്റർ ഭരണത്തിൽ പോയിരുന്ന രാജ്യത്ത് മനസ്സിലാക്കുക, കഴിഞ്ഞ 15 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് സിറിയൻ മണ്ണിൽ വരുന്നത്. ഈ സൈന്യം വരുന്ന പോലെയല്ല ഡിപ്ലോമാറ്റ്സ് വരുന്നത്. അപ്പോൾ അത് ആദ്യം കാണാനും നമുക്ക് സാധിച്ചു. അപ്പം ഇതൊരു പോസിറ്റീവ് വൈബാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഈ പല റിപ്പോർട്ടിലും എൻ്റെ അനാലിസിസിൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ ഈ സാങ്ഷൻ ഇമ്പോസ് മാറ്റാനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും മറ്റുള്ള രാജ്യങ്ങളും ഇവരെ സഹായിക്കുവാൻ തയ്യാറായിട്ടുണ്ട്. അതേപോലെ തന്നെ ലോകത്തെ മറ്റുള്ള പല രാജ്യങ്ങളും ഇവരുമായിട്ട് ക്യൂ നിൽക്കുവാണ് ഇപ്പോഴത്തെ പുതിയ റിബൽ ഭരണാധികാരികളെ നേരിട്ട് കാണാനും സംസാരിക്കാനും സപ്പോർട്ട്. കാരണം ഓയിൽ ബ്ലോക്കുള്ള സിറ്റിയാണ്
രാജ്യമാണ്. അതേപോലെ തന്നെ അഗ്രികൾച്ചർ നല്ല മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ്. ഇപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നതിൻ്റെ വഴി തുറന്നു എന്നുള്ളതാണ് ഒക്ടോബർ 7 ശേഷം നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.